ഹലോ, ഇന്നിപ്പോൾ ഇവിടെ ശനിയാഴ്ചയായിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ്. ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പച്ചക്കറി മാർക്കറ്റിലേക്ക് പോകാൻ കേട്ടോ. ഇവിടെ ശനിയാഴ്ച മാത്രം ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്. അത് കുറച്ച് നേരമേ ഉള്ളൂ. എത്ര മണി വരെയാണ്? ഏകദേശം 1 മണി വരെ ഉള്ളൂ. അപ്പോൾ അവിടെ പോകണം. അവിടെ മിക്കവാറും എല്ലാവരും പോയിട്ട് 2 ആഴ്ചത്തേക്കൊക്കെ ഒരുമിച്ച് വാങ്ങുകയാണ് ചെയ്യുക. ഞങ്ങളപ്പോൾ അത്രയൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ അവിടെ പോകണം. പിന്നെ ഒരു ഡോക്ടറെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അമ്പൂൻ്റെ വാക്സിൻ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സ്കൂള് വാക്സിൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള വാക്സിൻ നമ്മൾ എടുക്കാത്തുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യും, ഒരു ഡേറ്റ് പറയും. അപ്പോൾ അന്ന് പോയിട്ട് അതെടുക്കണം. എന്നിട്ട് പിന്നെ അത് അപ്ഡേറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റായിട്ട് സ്കൂളിൽ ചെല്ലണം. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പിന്നെ ഒരു ഷോപ്പിംഗ് കൂടി ഉണ്ട്. ഇവർക്ക് തെർമൽ ഇപ്പോൾ അത്യാവശ്യമാണ്, ഒന്നേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഒന്നുകൂടി വാങ്ങണം. അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് അങ്ങനെ അതും ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഞാനിപ്പോൾ ഇറങ്ങുകയാണ്. ഇവിടുന്ന് ട്രാം സ്റ്റേഷനിലേക്ക് പോയിട്ട് ട്രാം കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതുണ്ട്. അമ്പു പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാം സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നല്ല വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. പിന്നെ ഇവർക്കൊന്നും വെയിലൊന്നും വലിയ പ്രശ്നമല്ല. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര തലവേദന വരും. അപ്പം ഇവിടെ വെയിലായാൽ നല്ല വെയിലാണ്, മഴയായാൽ നല്ല മഴയാണ്, അങ്ങനെയാണ്. അപ്പം ഇന്നലെയൊക്കെ രാത്രിയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. ഇന്നിപ്പം നല്ല വെയിലാണ്. ഞങ്ങൾ ട്രാം സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു 3 മിനിറ്റിനുള്ളിൽ നമ്മുടെ ട്രാം എത്തും. ഒരാളിതാ കിടക്കുന്നു. Is Robin Thomas, followed by Parramatta Square, then all stops to Westmead. Light for Western Sydney University Parramatta City campus. This stop is Parramatta Square. അപ്പോൾ ഇതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ, പരാമട്ട സ്ക്വയർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇനി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇനി അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുണ്ടല്ലോ. അപ്പോൾ തണുപ്പുണ്ടോ? ഇല്ലേ? ഇവർക്ക് പിന്നെ തണുപ്പൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ടെന്ന്. പക്ഷേ നല്ല രസമുള്ളൊരു കാറ്റാണ്, ഇങ്ങനെ സഹിക്കാൻ പറ്റുന്ന ഒരു തണുപ്പാണ്. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റോപ്പ്, ഫ്ലെമിംഗ്ടൺ എന്നാണ് സ്റ്റോപ്പിൻ്റെ പേര്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഓരോരുത്തരിങ്ങനെ ട്രോളിയിൽ അത്രയും പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെ കുറേ ആളിങ്ങനെ കാണുന്നുണ്ട്, വലിയ ലോഡ് തന്നെയായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മാർക്കറ്റ്, റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. ഇത് ഇത്രയും വലിയ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ്. ആൻഡ് പിന്നെ അതാ മാർക്കറ്റിൻ്റെ കാർ പാർക്കിംഗ് ഇതാണ് കേട്ടോ. വലിയ കാർ പാർക്കിംഗ് ഒക്കെ സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് പോവാം. ഇത് സംഭവം ഒരു ഗംഭീര മാർക്കറ്റാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ സാധാരണ മാർക്കറ്റാണ് വിചാരിച്ചത്. ഇതൊരു എത്രയോ സ്ഥലം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ഒരുവിധം എല്ലാ സാധനവും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊന്നും എല്ലാ വെറൈറ്റി ഉണ്ടെന്ന്.
സംഭവം ഞങ്ങളിവിടെ എത്തിയിട്ട് എന്താക്കണം എന്നുള്ള അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. എങ്ങോട്ട് പോകണോ, എന്താ എടുക്കണ്ടേ, എന്താ വാങ്ങണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇങ്ങനെ മാർക്കറ്റുള്ളതൊക്കെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് വലിയ ട്രോളി ആയിട്ടൊന്നും അല്ല വന്നതും. പിന്നെ ഇതിപ്പോൾ ഏത് ഭാഗത്തേക്ക് പോകണം, എന്താ വാങ്ങണ്ടേ, സംഭവം ഇവിടെ ബൾക്കായിട്ട് വാങ്ങുന്നതാണ് ലാഭം. അങ്ങനെ എന്തൊക്കെയോ വാങ്ങി. പിന്നെ കണ്ടത് സീ ഫുഡ് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ഫിഷിൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ ഒന്ന് ചെന്ന് നോക്കണം. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കുറച്ചേ വാങ്ങിയുള്ളൂ, കുറേ ഒന്നും വാങ്ങിയില്ല. പിന്നെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. പിന്നെ സംഭവം അടിപൊളിയാണ് കേട്ടോ, വിലയൊക്കെ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഞങ്ങളിതാ സീ ഫുഡ് ഏരിയയിലേക്ക് പോയി. ഇവിടെ എന്തൊക്കെയോ ഫിഷ് ഉണ്ട്, കുറേയൊന്നും പേരൊന്നും നമുക്ക് അറിയില്ല. നമ്മളെ നാട്ടിലുള്ളതുണ്ട്, ഇല്ലാത്ത വേറെ മോഡലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നല്ല തിരക്കാണ്, മാർക്കറ്റിൽ മൊത്തം നല്ല തിരക്കാണ്. പിന്നെ ഞങ്ങളുടെ മെയിൻ ഏരിയയിലേക്ക് പോയി. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട്, അതാണ് ഈ കല്ലുമ്മക്കായ്, കടുക്കാന്നും പറയും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലൊക്കെ ചെറുപ്പത്തിലൊക്കെ കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇപ്പൊന്നും അങ്ങനെ കാണാറില്ല. പക്ഷെ ഇവിടെ എപ്പോഴും ഇവിടെയൊക്കെ എപ്പോഴും കാണാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം അത് വാങ്ങി, ഏകദേശം ഒരു 2 കിലോ വാങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല, ഒരു ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ബാക്കി പരിപാടിയിലേക്ക് പോവുകയാണേ. അപ്പോൾ ഇതാ ഫിഷ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ വെറൈറ്റി ഉണ്ട് കേട്ടോ, നമുക്ക് അറിയാത്ത എന്തൊക്കെയോ ഫിഷ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം ഒഴിഞ്ഞു, ആളൊക്കെ ഏകദേശം ഒന്ന് കുറഞ്ഞു. ഇവിടെ 2 മണി വരെയാണ് സമയം കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളൊക്കെ ഏകദേശം കുറഞ്ഞു. വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഫിനിഷ് ചെയ്തു. അങ്ങനെ ഒരു 1.5 പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാർക്കറ്റിൻ്റെ പുറത്തെത്തിട്ടോ. ഇതെന്തായാലും ഒരു ഗംഭീര മാർക്കറ്റാണ്. ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഏത് പച്ചക്കറി വേണോ, ഫ്രൂട്ട്സ് എല്ലാം. ചാളൊക്കെ ഒഴിഞ്ഞു. പിന്നെ നമ്മളെ ഫിഷും ഇത് കല്ലുമ്മക്കായും വാങ്ങി. അങ്ങനെ ഇനിയിപ്പോൾ എന്നെ വാങ്ങണോ? വെണ്ടയ്ക്ക കുറച്ചവിടെ ഉണ്ട്, വേണേ വാങ്ങിക്കോ. എടുക്കല്ലേ? ഫുഡിനായിട്ട് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അപ്പം വയറൊക്കെ നിറഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ അതുകൂടി കഴിഞ്ഞ് ഇതേയുള്ള പരിപാടി. ഹലോ, അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. സാധനമൊക്കെ വാങ്ങി വീട്ടിലെത്തി. ഞങ്ങൾ ഒരുപാടൊന്നും വാങ്ങിയത് ആപ്പിൾ ഇങ്ങനെ ഒരു ബോക്സിൽ വാങ്ങി. ഈ ഒരു ബോക്സിനിവിടെ $10. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നല്ല വില വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല കുറവാണ്. പിന്നെ തക്കാളി, പഴം, അങ്ങനെ കുറച്ച്, പിന്നെ ഉള്ളി, ഇതൊക്കെയാണ്. ഞങ്ങൾ അധികമൊന്നും വാങ്ങിയില്ല, ട്രോളിയൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് ഇത്രയൊക്കെയാണ് വാങ്ങിയത്. ശരിക്കും ട്രോളിയൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാറൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ്. ഒരു 2 ആഴ്ചത്തേക്കൊക്കെ നമുക്ക് വാങ്ങിക്കൊണ്ടുവന്നാൽ മതി. എന്തായാലും അടിപൊളിയായിരുന്നു, നല്ല ഷോപ്പിംഗ് ആയിരുന്നു. കല്ലുമ്മക്കായും വാങ്ങിട്ടോ, അത് ഇന്നതായി കല്ലുമ്മക്കായും വാങ്ങിയേ. ഇത് കടുക്കാന്നും പറയും. 2 കിലോ $10 കല്ലുമ്മക്കായ്ക്ക്. അതും നല്ല ലാഭത്തിനാണ് കേട്ടോ. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ അതിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് റേറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.